ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മഹ്ലാറ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ BA ഇംഗ്ലീഷ് വിഭാഗം അധ്യാപികയായ ഉഷ മിസ് ആണ്. ഹായ് ഉഷ മിസ്. ഹായ്. BA ഇംഗ്ലീഷ് എന്ന കോഴ്സിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? BA ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇപ്പോൾ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ്. അപ്പോൾ അതിൽ നമ്മൾ ലിറ്ററേച്ചറിന് കുറച്ച് കൂടുതൽ ആഴത്തിൽ കുറച്ച് ഡീപ്പായിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ ഈ BA ഇംഗ്ലീഷ് കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിതൊരു ഫൗണ്ടേഷൻ കോഴ്സായിട്ട് നമുക്കിതിനെ കാണാം. അപ്പോൾ പല അഡ്വാൻസ്ഡ് സ്റ്റഡീസ്, ഹയർ സ്റ്റഡീസിനും, അതായത് ഇപ്പോൾ നമുക്ക് ലോയിലേക്ക് പോവാം, അതേപോലെ എഡ്യൂക്കേഷൻ, ക്രിയേറ്റീവ് റൈറ്റിംഗ്, അതേപോലെ ജേർണലിസം, ഇങ്ങനെയുള്ള ഹയർ സ്റ്റഡീസിന് നമുക്ക് ഈ ഒരു കോഴ്സിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്കുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ? എലിജിബിലിറ്റി സാധാരണ +2 തന്നെയാണ് എലിജിബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പം സയൻസ് എടുത്തവർക്കും ഹ്യൂമാനിറ്റീസ് എടുത്തവർക്കും ഒക്കെ ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് BA ഇംഗ്ലീഷ്. +2 പാസ്സായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു കോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. നമുക്ക് എല്ലാ ഫീൽഡിലേക്കും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കോംപ്ലിമെൻ്ററി എന്ന് പറയുന്ന വൺ ഓഫ് ദ കോംപ്ലിമെൻ്ററി ജേർണലിസമാണ്. അപ്പോൾ ഈ ജേർണലിസത്തിൽ നമുക്ക് കുട്ടികൾക്ക് PG ചെയ്യാം. ഇപ്പോൾ ഒരു മീഡിയ റൈറ്ററായിട്ടാണ് കുട്ടിയുടെ ഒരു ആംബിഷൻ എങ്കിൽ അങ്ങനെ ആ ഒരു ഫീൽഡിലേക്ക് ആ കുട്ടിക്ക് ജോയിൻ ചെയ്യാം. അതേപോലെ ക്രിയേറ്റീവ് റൈറ്റിംഗ്, അങ്ങനെ പിന്നെ ലിറ്ററേച്ചറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നമുക്ക് PG ലിറ്ററേച്ചർ ചെയ്യാം. പിന്നെ ടീച്ചിങ്, പ്രധാനമായിട്ടും ആ ഒരു ടീച്ചിങ് ഫീൽഡിലേക്കും കൂടെ കുട്ടികൾക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു കോഴ്സാണ് BA ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. വളരെ സ്കോപ്പുള്ള ഒരു ഇതായിട്ടാണ് BA ഇംഗ്ലീഷിനെ കാണുന്നത്. ഹയർ എഡ്യൂക്കേഷൻ സാധ്യതകൾ എന്തൊക്കെയാണ്? PG ഹയർ എഡ്യൂക്കേഷൻ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പിന്നെ ഇംഗ്ലീഷിൽ ലിറ്ററേച്ചറിന് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് PG ചെയ്യാം. പിന്നെ ലോ, അതേപോലെ പിന്നെ ക്രിയേറ്റീവ് റൈറ്റിംഗ്, ജേർണലിസം, അങ്ങനെയുള്ള ഹയർ സ്റ്റഡീസിന് ഈ PGക്ക് ശേഷം പോകാൻ സാധിക്കും. അപ്പോൾ എന്തുകൊണ്ട് ഒരു വിദ്യാർത്ഥിനി മഹ്ലാറ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചൂസ് ചെയ്യുന്നു? ഇപ്പം മഹ്ലാറയിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പം ഒരു 7 വർഷമായിട്ട് ഇവിടെ HOD ആയിരുന്നു. അപ്പം നമുക്ക് കാണാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ താരതമ്യേന മറ്റ് ഇതിനെ അപേക്ഷിച്ച് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ ഈ BA ഇംഗ്ലീഷിന് സാധിക്കാറുണ്ട്. അതിൽ പ്രധാനമായിട്ടും പിന്നെ ഓരോ സെമസ്റ്റർ കഴിയുമ്പോൾ, അതായത് ഇൻഡിവിജ്വൽ അറ്റൻഷൻ നമ്മൾ കൂടുതൽ കൊടുക്കാറുണ്ട് കുട്ടികൾക്ക്. ഓരോ സെമസ്റ്റർ കഴിയുമ്പോഴും ആ സെമസ്റ്ററിൻ്റെ റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് കുട്ടികൾക്ക് വീക്കായിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അറ്റൻഷൻ കൊടുത്തുകൊണ്ട് അങ്ങനെ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ഫസ്റ്റ് PG ബാച്ച്, ഇവിടെ PG ഉണ്ട്, MA ഇംഗ്ലീഷ് PG ബാച്ച് 100% റിസൾട്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് പാസ് ഔട്ടായ 6th സെമ്മോ 100% ആണ്. അപ്പോൾ നല്ലൊരു റിസൾട്ട് എന്തായാലും ഈ ഒരു BA ഇംഗ്ലീഷ് കോഴ്സിന് ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് മഹ്ലാറയുടെ ഒരു പ്രത്യേകതയായിട്ടും അതേപോലെ ആ കുട്ടികൾ കൊടുക്കുന്ന ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ്റെ ഒരു ഭാഗമായിട്ടും ആയിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 100% റിസൾട്ടാണ്. അതെ. അതുപോലെ എന്തെങ്കിലും എക്സ്ട്രാ സർട്ടിഫിക്കറ്റ് കോഴ്സോ ആഡ് ഓൺ കോഴ്സസോ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ആഡ് ഓൺ കോഴ്സ് നമ്മൾ ഈ പ്രധാനമായിട്ടും ഇപ്പോൾ കുട്ടികൾക്ക് നമ്മളിപ്പോൾ എത്ര മാർക്ക് വാങ്ങി വന്ന കുട്ടികളാണെങ്കിലും അവർക്ക് കാണുന്നൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അവർക്കൊരു ഇംഗ്ലീഷ് ഫ്ലുവൻസി ഇല്ല എന്നുള്ളതാണ്. എസ്പെഷ്യലി നമ്മളൊരു ജോബിന് ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവർക്കത് വേണ്ട രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്കറിയാം വാട്ട് ടു ആൻസർ എന്നുള്ളത്, ബട്ട് they don't know how to express what to say in English. അതാണ് പ്രശ്നം. അപ്പോൾ അതിനുള്ള ഒരു കോഴ്സായിട്ട് നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കോഴ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ അവർക്ക് ഈ ജോബ് എസ്പെഷ്യലി ഇൻ്റർവ്യൂവിനൊക്കെ എങ്ങനെ ഹൗ ടു അപ്പിയർ, അങ്ങനെ അറ്റൻഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന രീതിയിലുള്ള കോഴ്സുകൾ. പിന്നെ കൂടുതൽ ഈ വർഷം നെക്സ്റ്റ് വർഷം തൊട്ട് ഈ അക്കാദമിക് ഇയർ തൊട്ടിട്ട് പുതിയ ആഡ് ഓൺ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. BA ഇംഗ്ലീഷ് എന്നൊരു സബ്ജക്റ്റിനെ കുറിച്ച് ഉള്ള കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻ ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത ഉഷ മിസ്സിനോട് പ്രത്യേകം നന്ദി പറയാണ്. താങ്ക് യു മാം.